സിനിമയിലെ അഭിനയത്തെക്കാളും വളരെ ദുഷ്കരമാണ് രാഷ്ട്രീയത്തിലെ അഭിനയം. രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ചില സൗകര്യങ്ങൾ സിനിമയിലുണ്ട്. സിനിമയിൽ കഥയും വചനവും എഴുതാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, പിന്നെ സംവിധായകനുണ്ടാവും, എഡിറ്ററുണ്ടാവും, ഛായാഗ്രാഹകനുണ്ടാവും, മേക്കപ്പ് മാൻ ഉണ്ടാവും, പല സൗകര്യങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയത്തിലൊന്നുമില്ല. തിരക്കഥ എഴുതാൻ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, പക്ഷേ വചനം അവനവൻ തന്നെ പറയണം. വോയിസ് മോഡുലേഷൻ നമ്മൾ തന്നെ നടത്തണം. ഡബ്ബിംഗ് ഇല്ല, റീ റെക്കോർഡിംഗ് ഇല്ല. പിന്നെ ഒരു തവണ അഭിനയിച്ച് തെറ്റിപ്പോയാൽ രണ്ടാമത് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനമില്ല. ഒറ്റ ടേക്കിൽ എടുക്കുന്ന അഭിനയമാണ് രാഷ്ട്രീയക്കാരൻ്റെ അഭിനയം. അതുകൊണ്ടാണ് മികച്ച സിനിമാ നടന്മാരെക്കാളും മികച്ചവർ എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. MGRനേക്കാളും മികച്ച നടനായിരുന്നു കരുണാനിധി. വിജയകാന്തിനേക്കാളും മികച്ച നടനായിരുന്നു MK സ്റ്റാലിൻ. സ്റ്റാലിനേക്കാൾ മികച്ച നടനായിരിക്കും പുള്ളിയുടെ മകൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ രാമറാവുവിനേക്കാളും മികച്ച നടനാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും മികച്ച നടന്മാരാണ് VD സതീശനും പിണറായി വിജയനും. കാരണം പിണറായി വിജയനും VD സതീശനും തിരക്കഥയും വചനം എഴുതി കൊടുക്കാൻ ആരുമില്ല. ആ ഡയലോഗ് അവർ തന്നെ ഉണ്ടാക്കണം, അവർ തന്നെ ഡെലിവർ ചെയ്യണം. അത് കേൾക്കുന്നവർ കൈയടിക്കണം, കേൾക്കുന്നവർ കൈയടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.